ഇന്ദിരാഭവന്റെ മുമ്പിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് തെന്നലച്ചേട്ടനെ കയറ്റിവിട്ടത് കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസ് പ്രവർത്തകരോ ആയിരുന്നില്ല, ഞാനായിരുന്നു. 1986 കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ മന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ തെന്നലച്ചേട്ടനെ ക്ഷണിച്ചതാ. അദ്ദേഹം കുടുംബസമേതം നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. പക്ഷെ അപ്പോഴേക്കും തീരുമാനം മാറിയിരുന്നു. തെന്നലച്ചേട്ടനെ നിശ്ചയിച്ചിരുന്ന സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ മന്ത്രിയായിട്ട് നിയോഗിച്ചു. അന്ന് ശ്രീ കെ കരുണാകരൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ആവശ്യപ്പെട്ടു ചെറുപ്പക്കാർക്ക് അവസരം നൽകണമെന്ന്. 2001 തെരഞ്ഞെടുപ്പ്, അന്ന് KPC പ്രസിഡന്റ് തെന്നലച്ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ തലപ്പത്തുള്ളപ്പോഴാണ് കേരളത്തിലെ UDFന്റെ ഏറ്റവും മിന്നുന്ന ഒരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതിന്റെ തുടർച്ചയായിട്ട് AK ആന്റണി മുഖ്യമന്ത്രിയായി. സാധാരണഗതിയിൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഗവർണർ ഒരുക്കുന്ന ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കലാണ് പതിവ്. പക്ഷെ അന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആന്റണി അടക്കമുള്ള നേതാക്കൾ ഇന്ദിരാഭവനിലേക്കാണ് വന്നത്. അവിടെ വെച്ച് ഒരു അധികാര കൈമാറ്റം നടന്നു. തെന്നലച്ചേട്ടനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കെ മുരളീധരനെ KPCC പ്രസിഡന്റായിട്ട് അവരോധിച്ചു. അങ്ങനെ കോൺഗ്രസിൽ പലപ്പോഴും അനീതിക്കിരയായ ഒരു നേതാവായിരുന്നു തെന്നലച്ചേട്ടൻ.